വൻകുടലിൽ കണ്ടുവരുന്ന ഒരു ക്യാൻസറാണ് കോളൻ ക്യാൻസർ എന്ന് പറയുന്നത്. കൂടുതലും പ്രായമുള്ളവരിലാണ് ഇത് കണ്ടുവരുന്നത്. ആദ്യകാലങ്ങളിൽ പ്രത്യേകിച്ച് ലക്ഷണങ്ങളൊന്നും കണ്ടുവരണമെന്നില്ല. എന്നാൽ ക്യാൻസർ വലുതാവുന്നതനുസരിച്ചായിരിക്കും ഇതിൻ്റെ ലക്ഷണങ്ങൾ പുറത്തു വരുന്നത്. ആദ്യം ഇതൊരു ചെറിയ പോളിപ്പായിട്ടായിരിക്കും തുടങ്ങുന്നത്. അതുകൊണ്ടാണ് ലക്ഷണങ്ങളൊന്നും കണ്ടുവരാത്തത്. മാത്രമല്ല, എല്ലാ പോളിപ്പും ക്യാൻസർ ആവണം എന്ന് നിർബന്ധമൊന്നുമില്ല. നമ്മൾ സ്ക്രീനിങ് ടെസ്റ്റ് വഴി ഇത്തരം പോളിപ്പ് കണ്ടുപിടിച്ച് അത് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ക്യാൻസർ ആവുന്നത് തടയാനും നമുക്ക് സാധിക്കും. എല്ലാ പോളിപ്പും ക്യാൻസറായി മാറണമെന്നുമില്ല. ഇതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് ഡയറിയ അല്ലെങ്കിൽ കോൺസ്റ്റിപ്പേഷൻ പോലെ സ്റ്റൂള് പാസ് ചെയ്യുന്ന സമയത്ത് ബ്ലഡ് പോകുന്ന ഒരവസ്ഥ കണ്ടുവരാറുണ്ട്. വയറിൻ്റെ ഭാഗത്ത് അമിതമായിട്ടുള്ള വേദന അല്ലെങ്കിൽ വയറിൻ്റെ ഭാഗത്ത് പേശി വലിവ് പോലെ അനുഭവപ്പെടാം. പിന്നീട് എല്ലാ ക്യാൻസർ കണ്ടീഷൻസിലും കാണുന്നത് പോലെ അമിതമായിട്ടുള്ള വെയിറ്റ് ലോസ്, ശരീരഭാരം കുറയുക, അമിതമായിട്ടുള്ള ക്ഷീണം കണ്ടുവരിക. ഇത് കൂടുതലായിട്ടും പ്രായം ഒരു 55-60 വയസ്സിന് മുകളിലുള്ളവരിലാണ് ഇത്തരം ക്യാൻസർ പൊതുവെ കണ്ടുവരാറ്. എങ്കിലും ഇപ്പോഴത്തെ നമ്മുടെ ഒരു ജീവിതശൈലി വെച്ച്, ഭക്ഷണ രീതികളും ഒക്കെ വെച്ചിട്ട് ഇപ്പോൾ ചെറുപ്പക്കാരിൽ പോലും ഇത്തരം ലക്ഷണങ്ങളൊക്കെ കണ്ടുവരാറുണ്ട്. റിഫൈൻഡ് കാർബോഹൈഡ്രേറ്റ്, റിഫൈൻഡ് ഷുഗർ, റിഫൈൻഡ് ഓയിലൊക്കെ അമിതമായിട്ട് കഴിക്കുന്നവരിൽ ഇത്തരം അവസ്ഥകൾ കണ്ടുവരാറുണ്ട്. ബ്ലഡ് റിലേഷനിലുള്ള ആർക്കെങ്കിലും ഇത്തരം കണ്ടീഷൻ ഉണ്ടായിരുന്നെങ്കിൽ അത് വരാനുള്ള ചാൻസ് കൂടുതലാണ്. ഫൈബർ കണ്ടൻറ്റ് അടങ്ങിയ ഭക്ഷണങ്ങളില്ലാത്തവർക്ക് ഇത്തരം അവസ്ഥ വരാനുള്ള ചാൻസ് കൂടുതലാണ്. മാത്രമല്ല, കൊഴുപ്പ് കൂടിയതും കലോറി കൂടിയതുമായിട്ടുള്ള ഭക്ഷണങ്ങൾ സ്ഥിരമായിട്ട് കഴിച്ചാൽ ഇത്തരം അവസ്ഥകൾ വരാം. IBD അല്ലെങ്കിൽ ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം, അതായത് അൾസറേറ്റീവ് കൊളൈറ്റിസ്, ക്രോൺസ് ഡിസീസ് പോലുള്ള അവസ്ഥകൾ ഉണ്ടായിരുന്നവർക്ക് വരാനുള്ള ചാൻസ് കൂടുതലാണ്. എല്ലാ ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം ഉള്ളവർക്ക് വരണം എന്നല്ല, ചാൻസ് കൂടുതലാണ്, അത്രയേ ഉള്ളൂ. പിന്നെ അമിതമായിട്ട് പുകവലി, അമിതമായിട്ടുള്ള മദ്യപാനം, ഇതും അതിൻ്റെ ഒരു കാരണമാണ്. കോളൻ ക്യാൻസർ വരാതിരിക്കാൻ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഫൈബർ കണ്ടന്റ് ധാരാളമുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക. അതായത് വെജിറ്റബിൾസും ഫ്രൂട്ട്സ് ധാരാളമായിട്ട് കഴിക്കുക. ക്യാബേജ്, ബ്രൊക്കോളി, കോളിഫ്ലവർ, ക്യാരറ്റ്, തക്കാളി ഇവയൊക്കെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. മുഴുധാന്യങ്ങൾ, അതായത് തവിട് കളയാത്ത ഗോതമ്പ്, തവിട് കളയാത്ത അരി, ചോളം ഇവയൊക്കെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. റിഫൈൻഡ് കാർബോഹൈഡ്രേറ്റ്, റിഫൈൻഡ് ഷുഗർ, റിഫൈൻഡ് ഓയിലൊക്കെ ഒരു പരിധിവരെ കൺട്രോൾ ചെയ്യുന്നതാണ് നല്ലത്. അതുപോലെ റെഡ് മീറ്റിൻ്റെ അമിതമായിട്ടുള്ള ഉപയോഗം കോളൻ ക്യാൻസറിന് സാധ്യത കൂടുതലാണ്. റെഡ് മീറ്റിൻ്റെ ഉപയോഗവും ഒരു പരിധിവരെ കൺട്രോൾ ചെയ്യുക. അമിതമായിട്ടുള്ള മദ്യപാനം, പുകവലി ഇവയൊക്കെ ഒഴിവാക്കുക. സെഡൻറ്ററി ആയിട്ടുള്ള ഒരു ജീവിതശൈലിക്ക് പകരം റെഗുലറായിട്ട് ഒരു 45 മിനിറ്റ്സെങ്കിലും എക്സസൈസ് ചെയ്യുന്നത് ഇത്തരത്തിലുള്ള ക്യാൻസർ സാധ്യതയൊക്കെ കുറയ്ക്കും. ഇത്തരം ലക്ഷണങ്ങൾ കണ്ടുവരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമുള്ള ടെസ്റ്റുകൾ ചെയ്യുക. ടെസ്റ്റുകൾ ചെയ്യുന്ന വഴി മാത്രമേ നമുക്കൊരു രോഗം സ്ഥിരീകരിക്കാൻ സാധിക്കുകയുള്ളൂ.